എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ലാ ട്രെയിൻ ശൃംഖല എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചത് റിയാദ് മെട്രോ. സൗദി അറേബ്യയിലെ റിയാദ് മെട്രോയാണ് ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ലാ ട്രെയിൻ ശൃംഖല എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചത്. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം മിയാമി. അമേരിക്കയിലെ മിയാമി നഗരമാണ് 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് 2026 ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ് 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് 2026 ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽ പാലം അസമിലെ ബോഗിബീൽ പാലമാണ്. ഇപ്പോൾ രണ്ടാമതുള്ള കേരളത്തിലെ വേമ്പനാട് റെയിൽ പാലത്തെ പിന്നിലാക്കി നിലവിൽ വരുന്ന നീളമേറിയ രണ്ടാമത്തെ റെയിൽ പാലം ഏതാണ്? നയാഗഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽ പാലം അസമിലെ ബോഗിബീൽ പാലമാണ്. ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള കേരളത്തിലെ വേമ്പനാട് റെയിൽ പാലത്തെ പിന്നിലാക്കി നിലവിൽ വരുന്ന നീളമേറിയ രണ്ടാമത്തെ റെയിൽ പാലമാണ് ഒഡീഷയിലെ നയാഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കുർണൂൽ. ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത്. കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് പി മോഹനനാണ് കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത്. 12,000 വർഷമായി നിദ്രയിലായിരുന്ന എത്യോപ്യയിലെ ഏത് അഗ്നിപർവ്വതമാണ് 2025 നവംബറിൽ പൊട്ടിത്തെറിച്ചത്? ഹൈലി ഗോബി. 12,000 വർഷമായി നിദ്രയിലായിരുന്ന എത്യോപ്യയിലെ ഹൈലി ഗോബി എന്ന അഗ്നിപർവ്വതമാണ് 2025 നവംബറിൽ പൊട്ടിത്തെറിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സിയാൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത്. കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണു സ്റ്റേറ്റ് മൈക്രോബായി പ്രഖ്യാപിച്ച രോഗകാരിയല്ലാത്ത ഒരു പ്രോബയോട്ടിക് ബാക്ടീരിയ ബാസിലസ് സബ്റ്റിലിസ് എന്ന ബാക്ടീരിയയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണു സ്റ്റേറ്റ് മൈക്രോബായി പ്രഖ്യാപിച്ച രോഗകാരിയല്ലാത്ത ഒരു പ്രോബയോട്ടിക് ബാക്ടീരിയ. സ്കൂൾ വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ശാരീരികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി സ്നേഹം. സ്കൂൾ വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ശാരീരികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹം. രാജ്യത്താദ്യമായി ഒരു പൊതു ബജറ്റിനോടൊപ്പം ഒരു വയോജന ബജറ്റ് എൽഡർലി ബജറ്റ് കൂടി അവതരിപ്പിച്ചത് കേരളം. രാജ്യത്താദ്യമായി പൊതു ബജറ്റിനോടൊപ്പം ഒരു വയോജന ബജറ്റ് കൂടി അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. 2026 കാർഷിക വർഷം ഇയർ ഓഫ് അഗ്രികൾച്ചറായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ് 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസിന് 2026 അർഹനായ ഇന്ത്യൻ വംശജനായ ലോക പ്രശസ്ത കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ വീരഭദ്രൻ രാമനാഥനാണ് ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസിന് 2026 അർഹനായ ഇന്ത്യൻ വംശജനായ ലോക പ്രശസ്ത കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ. കോഴിക്കോട് നടന്ന 9ാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ KLFൽ മുഖ്യാതിഥി ഗസ്റ്റ് ഓഫ് ഓണറായിരുന്ന അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ്. കോഴിക്കോട് നടന്ന 9ാമത്
KLF കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ ഗസ്റ്റ് ഓഫ് ഓണർ മുഖ്യാതിഥിയായിരുന്ന അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയാണ് സുനിത വില്യംസ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടാൻ അമേരിക്ക നടത്തിയ സൈനിക നീക്കം. ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടാൻ അമേരിക്ക നടത്തിയ സൈനിക നീക്കത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ്. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ സ്വകാര്യ വ്യവസായ പാർക്കിന് തറക്കല്ലിട്ടത് ലക്കിടി പേരൂർ വില്ലേജ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ലക്കിടി പേരൂർ വില്ലേജിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ സ്വകാര്യ വ്യവസായ പാർക്കിന് തറക്കല്ലിട്ടത്. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന IT ഇതര മേഖലകളിലെ പ്രൊഫഷണലുകളെ തിരികെ കൊണ്ടുവരുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിൻ തിരികെ. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന IT ഇതര മേഖലകളിലെ പ്രൊഫഷണലുകളെ തിരികെ കൊണ്ടുവരുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ KSUM ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് തിരികെ. 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ വന്ദേമാതരത്തിൻ്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് സംഗീതം ചിട്ടപ്പെടുത്തിയ ഓസ്കാർ ജേതാവായ പ്രശസ്ത സംഗീത സംവിധായകൻ MM കീരവാണി 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ വന്ദേമാതരത്തിൻ്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് സംഗീതം ചിട്ടപ്പെടുത്തിയ ഓസ്കാർ ജേതാവായ പ്രശസ്ത സംഗീത സംവിധായകനാണ് MM കീരവാണി. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് 2026 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാള നടൻ മമ്മൂട്ടി. മമ്മൂട്ടിയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് 2026 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാള നടൻ. 2026 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ മുൻ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനാണ് 2026 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ മുൻ കേരള മുഖ്യമന്ത്രി. 2026 നിയമരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് KT തോമസ്. 2026 നിയമരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് KT തോമസ്. സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ പ്രവർത്തനത്തിന് 2026 പത്മവിഭൂഷൺ നേടിയ പ്രശസ്ത എഴുത്തുകാരൻ P. നാരായണൻ. P. നാരായണനാണ് സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ പ്രവർത്തനത്തിന് 2026 പത്മവിഭൂഷൺ നേടിയ പ്രശസ്ത എഴുത്തുകാരൻ. പൊതുപ്രവർത്തന മേഖലയിലെ മികച്ച സേവനത്തിന് 2026 പത്മഭൂഷൺ ലഭിച്ച മലയാളി വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശനാണ് പൊതുപ്രവർത്തന മേഖലയിലെ മികച്ച സേവനത്തിന് 2026 പത്മഭൂഷൺ ലഭിച്ച മലയാളി. 2026 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച ഇന്ത്യയിലെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ISRO ശാസ്ത്രജ്ഞൻ ഡോക്ടർ AE മുത്തുനായകം. ഡോക്ടർ AE മുത്തുനായകമാണ് 2026 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച ഇന്ത്യയിലെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ISRO ശാസ്ത്രജ്ഞൻ. 2026 മോഹിനിയാട്ടത്തിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പത്മശ്രീ പുരസ്കാരത്തിന് അർഹയായത് കലാമണ്ഡലം വിമല മേനോൻ. കലാമണ്ഡലം വിമല മേനോനാണ് 2026 മോഹിനിയാട്ടത്തിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പത്മശ്രീ പുരസ്കാരത്തിന് അർഹയായത്. സ്വന്തമായി വനം നിർമ്മിച്ച് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് മാതൃകയായ 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ച പരിസ്ഥിതി പ്രവർത്തക കൊല്ലക്കയിൽ ദേവകി അമ്മ. കൊല്ലക്കയിൽ ദേവകി അമ്മയാണ് സ്വന്തമായി വനം നിർമ്മിച്ച് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് മാതൃകയായ 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ച പരിസ്ഥിതി പ്രവർത്തക. ഇന്ത്യയുടെ പരമോന്നത സമാധാനകാല സൈനിക ബഹുമതിയായ അശോക ചക്ര 2026 ലഭിച്ച ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനും ബഹിരാകാശ യാത്രികനുമായ വ്യക്തി ശുഭാൻഷു ശുക്ല. ഇന്ത്യയുടെ പരമോന്നത സമാധാനകാല സൈനിക ബഹുമതിയായ അശോക ചക്ര 2026 ലഭിച്ച ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനും ബഹിരാകാശ യാത്രികനുമായ വ്യക്തിയാണ് ശുഭാൻഷു ശുക്ല. 2026
റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സമാധാനകാല സൈനിക ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ച മലയാളി? ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. 2026 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സമാധാനകാല സൈനിക ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ച മലയാളി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 പ്രദർശിപ്പിച്ച മലയാള സിനിമ ഭ്രമയുഗം. ഭ്രമയുഗം എന്ന മലയാള സിനിമയാണ് ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 പ്രദർശിപ്പിച്ച മലയാള സിനിമ. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമായത്? കൊട്ടാരക്കര. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് സംസ്ഥാനത്ത് ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിതമായത്. സമാധാനം, നിരായുധീകരണം, വികസനം എന്നിവയ്ക്കുള്ള 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച മൊസാംബിക്കൻ മനുഷ്യാവകാശ പ്രവർത്തക ഗ്രാസ മാഷൽ. ഗ്രാസ മാഷലാണ് സമാധാനം, നിരായുധീകരണം, വികസനം എന്നിവയ്ക്കുള്ള 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച മൊസാംബിക്കൻ മനുഷ്യാവകാശ പ്രവർത്തക. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ജസ്റ്റിസ് വിക്രം നാഥ്. ജസ്റ്റിസ് വിക്രം നാഥാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഫ്രാൻസ്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഫ്രാൻസാണ്. 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, മെക്സിക്കോ, കാനഡ. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളാണ് 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന 3 രാജ്യങ്ങൾ. നീതി ആയോഗ് ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനം ജിഞ്ചർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആയി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മിസോറാം. നീതി ആയോഗ് ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മിസോറാമിനെയാണ്. ചൈനയെ മറികടന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറിയത് ഇന്ത്യ. ഇന്ത്യയാണ് ചൈനയെ മറികടന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറിയത്. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ചരിത്രകാരനും കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനുമായ വ്യക്തി പ്രൊഫസർ രാജൻ ഗുരുക്കൾ. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ചരിത്രകാരനും കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനുമായ വ്യക്തിയാണ് പ്രൊഫസർ രാജൻ ഗുരുക്കൾ. തീരദേശ സംരക്ഷണ സേന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മലിനീകരണ നിയന്ത്രണ കപ്പൽ പൊല്യൂഷൻ കൺട്രോൾ വെസൽ ICGS സമുദ്രപ്രതാപ്. ICGS സമുദ്രപ്രതാപാണ് തീരദേശ സംരക്ഷണ സേന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മലിനീകരണ നിയന്ത്രണ കപ്പൽ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത് മോഹൻലാൽ. മോഹൻലാലാണ് KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത്. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോബിറ്റുമെൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി മാറിയത് ഇന്ത്യ. ഇന്ത്യയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ബയോബിറ്റുമെൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി മാറിയത്. 2025 ലോക ഭക്ഷ്യ പുരസ്കാരം വേൾഡ് ഫുഡ് പ്രൈസിന് അർഹയായ ബ്രസീലിയൻ മൈക്രോബയോളജിസ്റ്റ് ഡോക്ടർ മാരിയാഞ്ചലെ ഹൂൺഗ്രിയ. ഡോക്ടർ മാരിയാഞ്ചലെ ഹൂൺഗ്രിയാണ് 2025 ലോക ഭക്ഷ്യ പുരസ്കാരത്തിന് അർഹയായ ബ്രസീലിയൻ മൈക്രോബയോളജിസ്റ്റ്. ആധാറിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ പേര് ഉദയ്. ആധാറിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ പേരാണ് ഉദയ്. ശുക്രനെക്കുറിച്ച് പഠിക്കാനായി റഷ്യ വികസിപ്പിക്കുന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര് വെനീറ ഡി. ശുക്രനെക്കുറിച്ച് പഠിക്കാനായി റഷ്യ വികസിപ്പിക്കുന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരാണ് വെനീറ ഡി. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്ക്
പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്ക്. സർക്കാർ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും അവ എളുപ്പത്തിൽ തിരിച്ചറിയാനുമായി കേരള സംസ്ഥാന സർക്കാർ വാഹനങ്ങൾക്കായി അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡ് KL90, KL90. സർക്കാർ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും അവ എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിനുമായി കേരള സംസ്ഥാന സർക്കാർ വാഹനങ്ങൾക്കായി അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡാണ് KL90. യുനെസ്കോ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ച ഏറ്റവും പുതിയ ഇന്ത്യൻ ഉത്സവം ദീപാവലി. യുനെസ്കോ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ച ഏറ്റവും പുതിയ ഇന്ത്യൻ ഉത്സവമാണ് ദീപാവലി. 2026 ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേര് അഡിഡാസ് ട്രിയോണ്ട. അഡിഡാസ് ട്രിയോണ്ടയാണ് 2026 ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്ത്. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരമായ ഫിഫ പീസ് പ്രൈസ് ഫുട്ബോൾ യുണൈറ്റഡ് ദ വേൾഡ് ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപാണ് ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരമായ ഫിഫ പീസ് പ്രൈസ് ഫുട്ബോൾ യുണൈറ്റ്സ് ദ വേൾഡ് ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ്. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ഈജിപ്ഷ്യൻ ഖാലിദ് എൽ എനാനി. ഖാലിദ് എൽ എനാനിയാണ് യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ഈജിപ്ഷ്യൻ. ജ്യോതിശാസ്ത്രജ്ഞർ 2026 പുതുതായി കണ്ടെത്തിയ വാൽ നക്ഷത്രം C2026A1 മാപ്സ്. ജ്യോതിശാസ്ത്രജ്ഞർ 2026 പുതുതായി കണ്ടെത്തിയ വാൽ നക്ഷത്രമാണ് C2026A1 മാപ്സ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.